ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022-23 വർഷത്തിലെ 8ാം ക്ലാസ് സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കൂട്ടുകാർ വായിച്ചു നോക്കുക. ആദ്യത്തെ സെക്ഷൻ, റീഡ് ദ പാസേജ് ഫ്രം ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Once mere they looked at the hills and seemed to rise up out of the deep shadow into the light, and then together they went home. അപ്പോൾ ഒരു പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത്, ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഒരു പാസേജ്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കുക. ദെൻ അതിൻ്റെ അടിയിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലിയെ സ്ട്രക്ക് ചെയ്ത ആ ബിഗ് ട്രാജഡി എന്തായിരുന്നു? ദ ലിറ്റിൽ സിസ്റ്റർ ഡെഡ് ഇൻ ഹർ സ്ലീപ്പ്, അതായിരുന്നു ആ ട്രാജഡി എന്ന് പറയുന്നത്. How did the mother console the boy? എങ്ങനെയാണ് മദർ ബോയിനെ കൺസോൾ ചെയ്തത്? The mother consoled the boy by saying his sister wandered to another world without telling him straightly she had died. എന്താണ്, സിസ്റ്റർ വേറെ ഒരു ലോകത്തേക്ക് പോയിക്കാന്ന് പറഞ്ഞിട്ടാണ് അമ്മ ആ കുട്ടിയെ സമാധാനിപ്പിച്ചത്. Together they went home. Who are they referred to here? അപ്പോൾ ഇവിടെ they എന്നുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആരാണ്? The boy and the sister. Then fourth question, which sentences gives the clue that the boy was sad at the life of the little girl? എന്താണ്, ഏത് സെൻറ്റൻസ് ആണ് ബോയ് വാസ് സാഡ് അറ്റ് ദ ഡെത്ത് ഓഫ് ദ ലിറ്റിൽ ഗേൾ, ഈ ചെറിയ കുട്ടിയുടെ മരണം കാരണം ബോയ്ക്ക് വിഷമായി എന്ന് തോന്നിപ്പിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? ദ ബോയ് ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ്. ഓക്കെ, ഈ നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് 2 adjectives ഫ്രം ദ ഫ്രേസസ് ഗിവൺ ബിലോ. അപ്പോൾ ദ ലിറ്റിൽ സിസ്റ്റർ, അതുപോലെ തന്നെ എ ബിഗ് ട്രാജഡി, അതിലെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലിറ്റിലും ബിഗുമാണ്. ഓക്കെ, അപ്പോൾ നാളെയാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം, അതുകൊണ്ടാണ് ഇത്രയും സ്പീഡായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നമുക്കിനി അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത ചോദ്യം, ദ സവർ എന്ന് പറയുന്ന പോത്തിൽ കുറച്ച് ലൈൻസ് ആണ്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കുക. സമയമില്ലാത്തത് കൊണ്ടാണ് വായിക്കാത്തത്, അപ്പോൾ കൂട്ടുകാർ പോസ് ചെയ്ത് വായിച്ച് നോക്കുക. ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോം? അപ്പോൾ ഈ പോയത്തിലെ സ്പീക്കർ ആരാണ്? വേർ ഈസ് ഹി സിറ്റിംഗ്? അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്? ദ പോയിറ്റ് ഈസ് ദ സ്പീക്കർ ഇൻ ദ പോം. അപ്പോൾ പോയിറ്റ് ആണ് ഇവിടുത്തെ സ്പീക്കർ. ഹി വാസ് സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ കൂൾ. അപ്പോൾ പോർച്ച് വേ കൂളിൽ ഇരിക്കുകയാണ് അദ്ദേഹം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം, വാട്ട് മേക്സ് ദ സോവർ ലിംഗർ ഓൺ the field? The ruddy sunlight and the twilight makes the poet linger on the field. Okay, എട്ടാമത്തെ question, looking on I feel a thrill. Why was the poet thrilled? എന്തുകൊണ്ടാണ് പോയിറ്റ് ത്രില്ലായത്? അപ്പോൾ എട്ടാമത്തേൻ്റെ ആൻസർ, the poet was thrilled looking at the shadows across the land. Okay, ഇനി ഒമ്പതാമത്തെ ചോദ്യം, find out the poetic devices used in the phrase shadow shoot across the land. അപ്പോൾ ഏതാണ് ആ ഫ്രേസ്? alliteration ആണ്. പോയറ്റിക് ഡിവൈസ് ഇവിടെ യൂസ് ചെയ്യുന്നത് അലിറ്ററേഷൻ ആണ്. പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ഗിവൻ സ്റ്റാൻസസ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് ചൂസ് ചെയ്യാണ്. കൂള്, റൂള്, അതുപോലെ തന്നെ ഫാസ്റ്റ്, പാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അടുത്തതും ഒരു പാസേജ് ആണ്. അപ്പോൾ ആ പാസേജ് കൂട്ടുകാർ വായിച്ച് നോക്കുക. വാട്ട് ഡിഡ് ആനി ഫ്രാങ്ക് റൈറ്റ് ഇൻ ഹിസ് ഡയറി? അപ്പോൾ എന്താണ് ആനി ഫ്രാങ്ക് ഡയറിയിൽ എഴുതിയത്? ആനി ഫ്രാങ്ക് റൈറ്റ് ഇൻ ഹർ ഡയറി about the 2 years she and her family had spent during World War II. അപ്പോൾ രണ്ടാമത്തെ വേൾഡ് വാറിൻ്റെ സമയത്ത് 2 വർഷം ആനി ഫ്രാങ്കും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും സ്പെൻഡ് ചെയ്ത കാര്യങ്ങളാണ് ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. Where was Annie born? എവിടെയാണ് ആനി ജനിച്ചത്? ആനി വാസ് ബോൺ ഇൻ ജർമ്മനിയിലാണ് ജനിച്ചത്. How did Annie and Margot differ in character? എങ്ങനെയാണ് ആനിയും അതുപോലെ തന്നെ മാർഗോട്ടിനും ക്യാരക്ടർ ഡിഫറെൻ്റ് ആവുന്നത്? ആനി ഫ്രാങ്ക് വാസ് പ്ലസന്റ് ആൻഡ് ഫ്രണ്ട്ലി. ഹർ സിസ്റ്റർ മാർഗോട്ട് വാസ് ആൻ ഇൻട്രോവേർട്ട്. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു മാർഗോട്ട് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യം, ദ ഫ്രാങ്ക് ഫാമിലി ഫ്ലഡ് ടു ദ നെതർലാൻഡ് ബിക്കോസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഫ്രാങ്ക് ഫാമിലി ഫ്ലഡ് ടു നെതർലാൻഡ് ടു അവോയ്ഡ് being sent to concentration camp. Okay, the last 15th question, what did the Franks remains hiding? Franks remained in hiding in Netherlands until World War II started. Okay, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കി നോക്കാം. then അടുത്തത് ഒരു ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ഹെൻറി വാഡ്സ്വർത്തിൻ്റെ. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുക. അപ്പോൾ ആദ്യം പ്രൊഫൈൽ എഴുതുമ്പോൾ ഒരു ബോക്സൊക്കെ വരച്ചിട്ട് അതിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. മേലെ എന്താ പറയുക, ഹെൻറി വാഡ്സ്വർത്തിൻ്റെയാണ് നമ്മൾ പ്രൊഫൈൽ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ കുറച്ച് ബോൾഡ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇംപ്രഷൻ കൂടും. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയിൽ എഴുതുക. ഓക്കെ, ദെൻ വാസ് ബോൺ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ജനിച്ച കാര്യം, അദ്ദേഹത്തിൻ്റെ പേര്, ജനിച്ചത്, ബർത്ത്, നാഷണാലിറ്റി അതൊക്കെ എഴുതുക. ദെൻ അവസാനം വേണം നമ്മൾ ഡെത്ത് എഴുതാൻ. അപ്പോൾ അങ്ങനെ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് എന്ത് എഴുതുക, പ്രൊഫൈൽ തയ്യാറാക്കുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. certain character traits of the boy in the story, the light on the hills are given below. Hints deep love for sister, not confident in the beginning, strong feeling about his sister. Prepare a character sketch of the boy using the hints given below. അപ്പോൾ എന്താണ് 17ാമത്തെ ചോദ്യം, ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ്. ബോയുടെ ഏത് ദ ലൈറ്റ് ഓൺ ദ ഹിൽ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ബോയ് ക്യാരക്ടറിസ്റ്റിക്സ് തയ്യാറാക്കുക. അപ്പോൾ അതിന് 5 മാർക്കാണ്. അപ്പോൾ 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു പുറം എഴുതാൻ നോക്കുക, ഒരു ഭാഗം. ഓക്കെ, അത് ഫുള്ളായിട്ട് എഴുതാൻ നോക്കുക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാർ അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ഒരു ഡയറി എൻട്രിയാണ്. അപ്പോൾ ഡയറി എൻട്രി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഡയറി എൻട്രി എഴുതുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ബോക്സ് വരച്ചിട്ട് എഴുതാൻ നോക്കുക. ഡയറിയിൽ ഡേറ്റ്, അതുപോലെ തന്നെ പ്ലേസ് വേണമെങ്കിൽ എഴുതുക. ഡേറ്റ് മസ്റ്റ് ആയിട്ടും എഴുതുക. ദെൻ തുടങ്ങുക. ഇപ്പോൾ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതുന്ന പോലെ നമുക്ക് എഴുതാവുന്നതാണ്. അത് കൂട്ടുകാരുടെ ചോയ്സ് പോലെ എങ്ങനെയെന്ന് വെച്ചാൽ എഴുതുക. ദെൻ നോർമലി ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ പ്ലേസ് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഡേറ്റ് നിർബന്ധമായിട്ടും കൊടുക്കുക. ദെൻ ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ, ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുക. ദെൻ കോണ്ടൻറ്റ് ഒക്കെ എഴുതുക. ദെൻ ലാസ്റ്റ് മെമ്മറബിൾ ഡേ ആണെന്നോ അൺഫോർഗറ്റബിൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയറി അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം തുടങ്ങാനും അവസാനിപ്പിക്കാനും. ഓക്കെ, അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏറെക്കുറെ ഒരു പുറം എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ഒരു കോൺവേഴ്സേഷനാണ്. അപ്പോൾ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ റോസാ പാർക്ക് ആൻഡ് ദ ഡ്രൈവറും അതുപോലെ തന്നെ റോസാ പാർക്കും തമ്മിലുള്ള കോൺവേഴ്സേഷൻ 5 മാർക്കിനാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു പുറം വേണം. ഒരു 5 എക്സ്ചേഞ്ചസും, 5 റോസാ പാർക്ക് പറയണതും അതുപോലെ തന്നെ 5 ഡ്രൈവർ പറയണതും. നമുക്ക് ഇത് എഴുതുമ്പോൾ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എഴുതി കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ കോൺവേഴ്സേഷനൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, then answer any 2 questions. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഇപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യന് ഉത്തരം എഴുതുക. ഓക്കെ, 20ാമത്തെ ചോദ്യം കോൺവേഴ്സേഷൻ ആണ്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ഹൂ പെയിൻറ്റഡ് ദിസ് പോർട്രേറ്റ്? ഐ ഡിഡ് ഇറ്റ്. വോ, ഇറ്റ് ലുക്ക് റിയലി മാർവലസ്. അപ്പോൾ ദെൻ ന്യൂസ് റിപ്പോർട്ടർ എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോയ് ആൻസർ പറയുന്നുണ്ട്, നോ, ഐ ഹാവൻ ഗോട്ട് എനി ട്രെയിനിങ് ഇൻ പെയിൻറ്റിങ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത്? ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ്? ഹാവ് യു ഗോട്ട്, നിനക്ക് എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ദെൻ ന്യൂസ് റിപ്പോർട്ടർ പിന്നെ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോയ് ആൻസർ പറയുന്നുണ്ട്, മൈ സിസ്റ്റർ ഓൾവേസ് എൻകറേജ്ഡ് മീ ടു ഡ്രോ പിക്ചേഴ്സ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആരാണ് നിന്നെ എൻകറേജ് ചെയ്യണത്? ഹൂ എൻകറേജ്ഡ് യു? ഓക്കെ, ദെൻ സിസ്റ്ററാന്ന് പറഞ്ഞു, നാച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിൻറ്റിങ്. ദെൻ യെസ് ഐ ലവ് ഇറ്റ്. അപ്പോൾ എന്തായിരിക്കും? ഡു യു ലവ് ഇറ്റ്? ഡു യു ലവ് ഇറ്റ്? ഈസിൻ്റെ ഡു യു ലവ് ഇറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ദെൻ ലാസ്റ്റ്, ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് എന്ത് പറയും? ഐ വിൽ കണ്ടക്ട് ആൻ എക്സിബിഷൻ. എനിക്കൊരു ചാൻസ് കിട്ടിയെങ്കിൽ ഞാനൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നാളെയാണ് നമ്മുടെ എക്സാം. ഓക്കെ,
ഇനി നമുക്ക് 21th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ 21ാമത്തെ എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് ആണ്. പേര് ക്ലിയർ അല്ലല്ലോ. Mr. Fetzer poured a cup of cider and handed it to the little boy. Handed it to the little boy. The little boy drank it down gratefully. അവിടെ G capital letter ആണ്. Gratefully. Hunting for a house. were thirsty work എന്നല്ല, was thirsty work എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഫ്രേസൽ വെർബ് സ്യൂട്ടബിൾ ആയത് വെക്കുക. റോസ പാർക്ക് വാസ് അറസ്റ്റഡ് ആൻഡ് ദ ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോണ്ടോഗ്മറി എന്തായാലും came forward to fight for Rosa. They started boycotting the buses which brought about a huge loss to the bus company. The protest went on for more than 1 year. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ 10 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയാണ് അല്ലേ, 5 മാർക്കിൻ്റെ ഒക്കെ എങ്ങനെ എഴുതേണ്ടത്, 1 മാർക്കിൻ്റെ ഒക്കെ എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇത്തരത്തിലുള്ള 1 വേർഡൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഫ്രേസൽ വേർബും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാർ നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.